ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോൺ സുരക്ഷിതമാണോ? നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ് നമ്മുടെ ഫോൺ സുരക്ഷിതമാണോ, നമ്മുടെ ഫോണിലുള്ള പല കാര്യങ്ങളും മറ്റാരെങ്കിലും ചോർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ, സ്പൈ ആപ്പുകളൊക്കെ നമ്മുടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് സെറ്റിംഗ്സിൽ നോക്കി വെക്കുക. അത് ഓൺ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. പല ഫോണിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ഉടനടി അത് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. എന്താണ് സെറ്റിംഗ്സ് എന്ന് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നമ്മൾ പ്രധാനമായും ചെയ്തു വെക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ് ഇത്. അതായത് നമ്മുടെ ഫോണിലുള്ള നമുക്ക് ഗൂഗിൾ കാണാം, നമുക്ക് ഗൂഗിൾ ക്രോം കാണാം അല്ലെ. ഗൂഗിൾ ക്രോം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് നമ്മുടെ ഏത് ഇമെയിൽ ഐ ഡി ആണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ നമുക്ക് ഇവിടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് തൊട്ടടുത്തായിട്ട് 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിരവധി ഓപ്ഷൻസ് താഴോട്ടേ കാണുന്നുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഫോണിലെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള സൈറ്റുകളോ അല്ലെങ്കിൽ ആപ്പുകളോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സൈറ്റ് സെറ്റിംഗ്സ് കാണുന്നില്ല, ആ സൈറ്റ് സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്തു വെക്കുക. സൈറ്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഏറ്റവും താഴേക്ക് വരണം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഏറ്റവും താഴേക്കാണ് വരുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഡൗൺലോഡ്സ് കാണിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങളുടെ എനേബിൾ ആണെങ്കിൽ, ഞാൻ ഇത് ഡിസേബിൾ ചെയ്ത് വെച്ച് നിങ്ങൾ നോക്കി വെക്കുക നിങ്ങളുടെ എനേബിൾ ആണോ എന്നുള്ളത്. എനേബിൾ ആണെങ്കിൽ നിങ്ങൾ ഉടനടി എന്ത് ചെയ്യുക, അത് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇത് പല ആപ്ലിക്കേഷനും നമുക്ക് ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയിട്ട് നിങ്ങളുടെ ഫോണിലുള്ള പല കാര്യങ്ങളും തേർഡ് പാർട്ടികൾ അടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന് നെറ്റും പെർമിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അതിനായി ചെയ്യേണ്ടത് താഴെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു പ്ലസ് മാർക്ക് കാണിക്കുന്നില്ലേ. അപ്പം അവിടെ നമുക്ക് ആഡ് എ ഒരു സൈറ്റിന് മാത്രമായിട്ട് നമുക്ക് എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് ആ സൈറ്റിന്റെ URL ഏതാണോ അതൊന്ന് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ട് നമുക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റും. ബാക്കി ഒരു ആപ്പുകളും നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇൻസ്റ്റാൾ ആയിട്ട് എന്താവാൻ പാടില്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് ഇൻസ്റ്റാൾ ആവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് എനേബിൾ ആണെങ്കിൽ, ഓൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി അത് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി മറന്നു പോകരുത്.